ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന റീറ്റെയിൽ ഡാഡിയുടെ ഒരു സൂപ്പർ ഫീച്ചറാണ് റുബിക് സെയിൽ പാനൽ. റുബിക് സെയിൽ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമേജ് കാണാൻ പറ്റും. അതായത് നോർമലി നമ്മളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ അതിലൊരു ട്രഡീഷണൽ വേ സെയിൽ പാനലാവും ഉണ്ടാവുക. ഇതല്ലാതെ നമുക്ക് ഇമേജ് വെച്ചിട്ട് ഉള്ളൊരു സെയിൽ പാനലുണ്ട്. അതാണ് റുബിക് POS. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ റുബിക് POS. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാറ്റഗറീസ് കാണാൻ പറ്റും. അതായത് നമ്മൾ എന്തൊക്കെ കാറ്റഗറീസാണ് നമ്മൾ പ്രൊഡക്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അത് നമ്മൾ ഓരോ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അതിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഇമേജ് വെച്ചിട്ട് വരും. ഇപ്പം നമ്മൾ ഫെർട്ടിലൈസർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫെർട്ടിലൈസറിൽ ആഡ് ചെയ്ത പ്രൊഡക്ട്സ് വരും. ഇനി നമ്മൾ ഗാർമെൻറ്റ്സിലാണെങ്കിൽ ഗാർമെൻറ്റ്സ് പ്രൊഡക്റ്റ് കാണിക്കും. ഇനി ജനറൽ കാറ്റഗറി സെലക്ട് ചെയ്യുവാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ കാണിക്കും. ഇപ്പോൾ ഇതിൽ ഓരോ പ്രൊഡക്റ്റും കാണിക്കുമ്പോൾ അതിൻ്റെ ഇമേജ് ഉണ്ടാവും, കറണ്ട് അവൈലബിൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. അതാണ് ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, കറണ്ട് അവൈലബിൾ ക്വാണ്ടിറ്റി. പിന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണോ അതും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഈ ഒരു റുബിക് പാനലിൽ കിട്ടുന്നത്. ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്താൽ മതി പ്രൊഡക്റ്റിൻ്റെ ഇമേജിൽ. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാർട്ടിൽ ആഡാവും. ദെൻ ക്വിക്ക് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബില്ലായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെരി ഈസി. നമുക്ക് ഇമേജ് വെച്ചിട്ട് ഇപ്പോൾ ഓരോന്ന് വായിച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിന് ഈസി നമുക്ക് ഇമേജ് വെച്ചിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്ഷനാണ് റീറ്റെയിൽ ഡാഡിയിലുള്ളത്, റുബിക് സെയിൽ പാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.